നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിളിൽ 1-ാം ഭാഗത്ത് കേരള എന്ന് രേഖപ്പെടുത്തി. അന്ന് തന്നെ ഇതിന് ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്നു. പക്ഷേ നമ്മുടെ മലയാളികൾ, നമ്മുടെ ഇന്ത്യ ഭരിച്ചപ്പോൾ, കോൺഗ്രസ്സുകാരുടെ നേതൃത്വത്തിൽ ഇവിടെ സർക്കാരുണ്ടായപ്പോൾ, ആ സർക്കാർ അന്നത്തെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരും ഒക്കെ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തിന് കേരള എന്ന പേര് അന്നുണ്ടായത്. അന്ന് തന്നെ കേരളമാക്കേണ്ടതായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇതിനകത്ത് ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. 2023-ലും 2024-ലും നിയമസഭ ഇത് ആവശ്യപ്പെട്ടതാണ്. പക്ഷെ അവർ യുനാനിമസ് ആയിട്ടാണ് ബില്ലൊക്കെ പാസ്സായതെങ്കിൽ തന്നെയും മറ്റുള്ളവർ ആ ഒരു പ്രോസസ്സിനപ്പുറം ആരും തന്നെ ഇതിൽ കൂടുതൽ പ്രഷറൈസ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടില്ലായിരുന്നു. ഇത് കേരളത്തിന്റെ അഭിമാനത്തെ ഉയർത്തുന്ന ഒരു തീരുമാനമാണ് എന്നാണ് പ്രധാനമന്ത്രി പോലും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നരേന്ദ്രമോദിജി പോലും അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ട് ഇവിടെയുള്ള സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്ന ആരും തന്നെ വാ തുറന്നു മിണ്ടുന്നില്ല. ഒരു മാധ്യമങ്ങളും ഇതിനെ വലുതായിട്ടൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ഒരു വാർത്ത വന്നു പോയി എന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിന്റെ തനതായ നമ്മുടെ തനതായ ആ ഭാഷയെ കാണിക്കുന്നതാണ്. നമ്മുടെ കേരള എന്നില്ല, കേരളം എന്ന് പറയുമ്പോഴാണ് അത് മലയാളമാകുന്നത്.